ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ആറാട്ടാണ്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പം തന്നെ പോയി കുളിച്ചു കേട്ടോ. സാധാരണ എണീറ്റപ്പം തന്നെ കുളിക്കാറില്ല. ഇന്ന് ഞാൻ രാവിലെ തന്നെ പോയി എണീറ്റ് കുളിച്ചു. അപ്പോൾ അമ്പലത്തിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനും ഏട്ടനും ഉണ്ണിയും കൂടിയിട്ടാണ് അമ്പലത്തിൽ പോണത്. അച്ഛൻ രാവിലെ തന്നെ പോയിട്ട് കൺമഷിയൊക്കെ എഴുതിയിട്ട് വന്നു. സാധാരണ ഞാൻ കണ്ണ് എഴുതാറില്ല, ആറാട്ട് എഴുതാറ് ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്, അടിയിൽ കണ്ണ് എഴുതിയിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ വീട്ടിലെല്ലാവരും കണ്ണൊക്കെ എഴുതിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന ദിവസമായിട്ട്. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ അമ്പലത്തിലേക്ക് പോകണം. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ചൂടായതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നേരെ അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി. സാധാരണ നമ്മൾ വിചാരിച്ച പോലെ നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ നമുക്ക് തൊഴാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പത്തിന് ആറാട്ട് കുളിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരു അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വെറുതെ പുറത്ത് നിന്ന് തൊഴുതിട്ട് കച്ചവടക്കാരെന്നൊക്കെ ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ തിരിച്ച് വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകണമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ച് വന്നു. തിരിച്ച് വന്നതിന് ശേഷം രാവിലത്തെ അമ്പലത്തിൽ വന്നിട്ട് തിരിച്ച് വന്നതിന് ശേഷം എടുത്ത വീഡിയോ ഇട്ടത്. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഏട്ടനും കൂടിയിട്ട് ഫ്രണ്ടിൽ നിന്ന് എടുത്ത വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ഫുഡ് കഴിക്കുമ്പോൾ രാവിലെ ഉണ്ടായിരുന്നു പുട്ടും പഴമായിരുന്നു. ഇത് കഴിച്ചിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാൻ. പുട്ടുപഴം പിന്നെ എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിട്ട്. എനിക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പുട്ടിൻ്റെ കൂടെ കടലക്കറിയും കടലൊക്കെ എനിക്ക് ഇഷ്ടം. അങ്ങനെ പുട്ടും പഴമായിരുന്നു. ഒന്ന് പ്രത്യേകിച്ച് വിശേഷമായിട്ട് വീട്ടിലേക്ക് പോകുന്നില്ല കേട്ടോ. അവിടെ ഉണ്ണികൾക്ക് ഒരാൾക്ക് എക്സാം ഉണ്ട്, ഒരാൾക്ക് എക്സാം ഇല്ല. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്ക് പറഞ്ഞപ്പോൾ അച്ഛനമ്മയൊക്കെ വർക്കിന് പോകില്ല. അപ്പം അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവിടെ പോയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേനും അവിടെ ആരും ഇല്ലാതെ ആൾ വിഷമിച്ച് തന്നെ ഉമ്മറത്തിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയത് കണ്ടത് ആൾക്ക് ഭയങ്കര സന്തോഷമായി. ഇതായിട്ട് ചെറിയ അനിയത്തിയായിട്ട് ആൾക്കിന്ന് എക്സാം ഇല്ല. ആൾ 3ൽ പഠിക്കുന്നത്. ആൾക്കിന്ന് എക്സാം ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവൾ ഗേറ്റൊക്കെ തുറന്ന് തന്നിട്ട് ആൾ പോയി. എന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് നേരെ വീടിൻ്റെ ഉള്ളിൽ കയറിയായിട്ട് ഞങ്ങൾ അവിടെ ആക്കിയിട്ട് അപ്പം തന്നെ വർക്കിന് പോയി. എന്നിട്ട് നേരെ ഉള്ളിൽ കയറിയതിൻ്റെ ശേഷം ബാഗൊക്കെ അയച്ചു വെച്ചു. ബാഗിൽ നിറയെ ഡ്രസ്സുകളുണ്ടായിരുന്നു. ഉണ്ണീനെ കൊണ്ട് പോകുന്ന കാരണം അവൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ വേണ്ടി നിറച്ച് ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ബാഗ്. അപ്പോൾ ഞാനത് വേഗം കൊണ്ടുപോയിട്ട് ഉള്ളിൽ വെച്ചിട്ട് ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ വേഗം ഉണ്ണീനെ ഞാനും ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ ബാഗൊക്കെ ചെയ്യാൻ വിചാരിച്ചു. എന്തായാലും എക്സാമിന് പോയ ആൾ വരെ നല്ല ലേറ്റ് ആവും എന്നറിയായിരുന്നു. അവൾക്ക് എന്താ ഉച്ചവരെ എക്സാം തോന്നുന്നു. അപ്പോൾ അവൾ വെയിറ്റ് ചെയ്തിട്ട് അത്ര നേരം ഇരിക്കുക വിചാരിച്ചു. ചെറുതാണെങ്കിൽ ഇവിടേക്ക് എത്തിയപ്പോൾ മുതൽ മറ്റാളെ കാണാതെ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം ഇതാക്കാന്നൊക്കെ വെച്ചാൽ അപ്പോൾ അവർ കുറച്ച് നേരം കളിച്ചു. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് നേരെ അടുക്കളയ്ക്ക് പോയി. അമ്മ എന്തുണ്ടാക്കിയിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് പോയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അടുക്കളയ്ക്ക് പോയി. അപ്പോൾ അമ്മ രാവിലെ നേരത്തെ അമ്മ കടയ്ക്ക് പോയതുകൊണ്ട് അമ്മ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ പപ്പടമാണ് കണ്ടത്. പപ്പട ചെക്കന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവന് 2-3 എടുത്ത് കൊടുത്തു. പിന്നെ സാമ്പാറും കടലുപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ ഫ്രിഡ്ജിൽ ചിക്കൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ അവിടെ പഴം കേട്ടോ കണ്ട്. പഴം ഞാൻ നോക്കിയപ്പോൾ അത് ഇരട്ടപ്പഴമായിരുന്നു. അപ്പോൾ ഞാനത് പിന്നെ അവിടെ തന്നെ വെച്ചു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ച് വെച്ചതാട്ടോ. എന്നിട്ട് നേരെ നടന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ പോയി നോക്കി. ഫ്രിഡ്ജിൽ എന്തെങ്കിലും ഐസ്ക്രീം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയതാട്ടോ. ഇവിടെ ഉണ്ണിയുള്ള കാരണം എപ്പോഴും ഫ്രിഡ്ജിൽ അങ്ങനെ എന്തെങ്കിലും ഐസ്ക്രീമൊക്കെ സ്റ്റോക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ എൻ്റെ ഭാഗ്യം കൊണ്ട് അതൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് ഞാൻ കുറേ വെള്ളം കുടിച്ചിട്ട് അവിടെ കുറേ നേരം വെറുതെ ഇരുന്നു. പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മ ഒക്കെ ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്യണോ വേണ്ടേ മടി സമ്മതിക്കണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേണോ വേണ്ടെന്ന് വെച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ അവളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൾ എന്തായാലും ചെയ്തോന്ന് തന്നെ പറയുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ അടുക്കളയിൽ പോയിട്ട് വേഗം അത് കഴുകിയിട്ട് അതിൽ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഏട്ടൻ ഉച്ചയ്ക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ വരുന്ന ടൈമിൽ ചൂടോടെ വറുക്കുക വെച്ചിട്ട് ഞാൻ അവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. എന്നിട്ട് ഞാൻ ഉമ്മറത്ത് കുറച്ച് നേരം വന്നിട്ട് അവരെ കളിയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. രണ്ടുപേരും ഗേറ്റിൻ്റെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ആൾ മാങ്ങിയൊക്കെ നോക്കിയിട്ട് നിൽക്കുകയായിരുന്നു. ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ അപ്പോൾ ഓടണം എന്നുള്ള ലെവലിലായിരുന്നു ആൾ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രണ്ടിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം വന്നിട്ട് പിന്നെ അവിടെ കടന്നുറങ്ങിയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ചിക്കൻ ഫ്രൈ ചെയ്യാം അവൾ വരുത്തിനെന്ന് വിചാരിച്ചിട്ട് അത് അടുപ്പത്തൊക്കെ വെച്ച്. ആ ടൈമിലായിട്ട് കറണ്ട് പോയി. എന്നിട്ട് ഞാൻ ആ ചിക്കൻ ഫ്രൈ ഒക്കെ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ വരുന്നു ആളാണെങ്കിൽ ഭയങ്കര ഓടിയിട്ടാണ് വരുന്നത് കേട്ടോ. ഉണ്ണി കാണുന്ന സന്തോഷത്തിൽ ആൾ ഓടി പിടിച്ച് വന്നു. എൻ്റെ കയ്യിൽ കുറേ മിഠായിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ഞാൻ വരെ ലേറ്റ് ആവും പറഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കായിരുന്നു. ചിക്കൻ ഫ്രൈയും പപ്പടവും കടലുപ്പേരി സാമ്പാർ പറയാൻ പറ്റില്ല, മുരിങ്ങക്കായും തക്കാളി ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടുള്ളൊരു കറിയും പിന്നെ ചോറൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചത്തെ ലഞ്ച് കഴിച്ചു. നല്ല സൂപ്പർ ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം പഠിക്കാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. ഞങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കണേക്കാട്ടിലും കൂടുതൽ കളിയാണ് നടക്കുക. രണ്ടുപേരും നല്ല കളിയായിരുന്നു. അപ്പോൾ ഒരു 4 മണി ഉറങ്ങണ സമയം. അപ്പോൾ ഉണ്ണീനെ ഉറക്കിയിട്ടാണ് ഞാൻ അവരെ പഠിപ്പിക്കാൻ ഇരുത്തിയത്. പക്ഷേ എൻ്റെ സമയം വെറുതെ വേസ്റ്റായിരുന്നുള്ളൂ. കുറേ നേരം അങ്ങനെ ഇരുന്ന് കുറേ ചിരിച്ച് കളിച്ച്
അവർ പഠിച്ചൊന്നുമില്ല. അവർക്ക് എക്സാമാണ്. നാളെ ഒരാൾക്ക് എക്സാമുള്ള, ഒരാൾക്ക് എക്സാമില്ല. പക്ഷേ വെറുതെ സമയം കളയാൻ വേണ്ടി കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം മോളിലേക്ക് പോയിരുന്നിട്ട് അവിടുത്തെ കുറേ മാവും കവുങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടിട്ട് കുറച്ച് നേരം നിന്ന്. നല്ല തണുപ്പായിരുന്നു. പിന്നെ മഴ പെയ്യണതിൻ്റെ ചെറിയൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാറ്റൊക്കെ വീശിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കണ്ടുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് ഞാനൊന്ന് വേഗം അടിച്ചു വാരി തുടച്ചു. ഒരു 5 മണി ഒരു 5 ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ വരുന്ന കാരണം അടിച്ചു വാരി തുടച്ച് ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഏട്ടൻ വന്ന ഏട്ടന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോകാൻ വേണ്ടി റെഡിയായി. അച്ഛൻ വന്ന കാരണം ഏട്ടൻ പോകണം. അങ്ങനെ ഞങ്ങൾ വേഗം വണ്ടിയിലൊക്കെ കയറിയിട്ട് വേഗം തിരിച്ചു വന്നു. നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയും വരുന്നതിന് മുന്നേ വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ അമ്മ വരെ നല്ല ലേറ്റ് ആവും. അമ്മയ്ക്ക് എന്നെ റംസാനൊക്കെ ആയത് കാരണം കഴിയും നല്ല തിരക്കായത് കാരണം അമ്മ വരെ നല്ല ലേറ്റ് ആവും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വേഗം വന്നതിൻ്റെ ശേഷം നോക്കുമ്പോൾ അച്ഛൻ ഉണ്ണിയുടെ ഫേവറേറ്റ് നൂഡിൽസ്, അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി നൂഡിൽസാണ് കഴിച്ചത്, ചിക്കൻ നൂഡിൽസാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തോടെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ബൈ. ഓക്കേ.